എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ പ്രിൻസസ് അവളാണെങ്കിൽ വമ്പൻ കലിപ്പില് ആ മിലിറ്ററി ഫോഴ്സ് അവരോട് ദേഷ്യപ്പെട്ടു പറയും, വേറെ എന്തൊക്കെ കുറഞ്ഞാലും ഫുഡിൽ മാത്രം ഒരു കുറവും വരുത്താൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് എല്ലാ സമയവും 100 കിലോ ഫുഡ് അത് ഏറ്റവും മിനിമം കിട്ടിയിരിക്കണം. ഇൻ കേസ് അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ എല്ലാവരെയും ഞാൻ കല്ലാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ഇപ്പൊ പുറത്തേക്ക് ഓടിക്കും. അതിനുശേഷം അവൾ ലൂഫിക്ക് ഫുഡൊക്കെ കൊടുത്ത് അവനെ ഊട്ടി വിടുകയാണ്. ലൂഫി കഴിക്കുന്നതൊക്കെ കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷാവും. ഇവിടെ നമ്മുടെ പയ്യൻ ലൂഫി ആണെങ്കിൽ കിട്ടിയ ചാൻസ് മുതലാക്കി ഫുഡ് മുഴുവൻ അടിച്ചു തിന്നും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇവരുടെ ഡോറിന് പിന്നില് 2 നേവി സോൾജേഴ്സ് അവർ പരസ്പരം പറയും, അവൾ കട്ട മൂടിയിരിക്കുകയാണ്, നമുക്കിപ്പോ അകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ക്യാപ്റ്റന് അപ്പോ ഇൻഫർമേഷൻ കൊടുത്തേ പറ്റൂ, എങ്ങനെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നൊക്കെ ചോദിച്ച് അവര് വീണ്ടും പ്രിൻസസ് ഇരിക്കുന്ന റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ്. ഉടനെ കാര്യം പിടികിട്ടിയ പ്രിൻസസ് അവൾ ഡോറ് തുറന്ന് അവളുടെ ലവ് ബീം പവർ അതുപയോഗിച്ച് 2 പേരെയും ശിലയാക്കി മാറ്റും. ലൂഫി കാഷ്വലായിട്ട് അവളോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, 2 പേര് ഡോറിന് പുറകിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ചെറിയൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവൾ ലൂഫിയെ നോക്കിയിരിക്കും. ലൂഫി ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ അവന്റെ മുൻപിലുള്ള ഫുഡ് അത് വലിച്ചു വാരി തിന്നാണ്. അപ്പൊ അതേസമയം ആ നേവി സോൾജിയേഴ്സ് അവരിപ്പോ പ്രിൻസസിന്റെ ഡോറിന് മുൻപില് കല്ലായിട്ട് നിൽക്കുന്ന ആ 2 പേരെ കണ്ട് ടെൻഷനാവും. അവർക്ക് മനസ്സിലാവും ഇനിയും അവളെ വാച്ച് ചെയ്യാൻ ശ്രമിച്ച ബാക്കിയുള്ള സോൾജിയേഴ്സിന്റെ അവസ്ഥയും ഇതായിരിക്കും. അവർക്കുള്ള ഒരു വാണിംഗ് ആണ് ആ 2 കൽപ്രതിമകള്. ഇവിടെ ലൂഫി അവനിപ്പോ ആ വിബ്രു കാർഡ് നോക്കി അങ്ങനെ കിടക്കും. കട്ട് ചെയ്ത കുറച്ചു നാൾ മുൻപ് സൗത്ത് ഈസ്റ്റിലുള്ള ഒരു ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇപ്പൊ വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. അവിടെ ഒറ്റപ്പെട്ട് പാവം നമ്മുടെ ചോപ്പർ അവൻ ചുറ്റും നോക്കും, ആരെയും കാണാനുണ്ടാവില്ല. അവന്റെ ഫ്രണ്ട്സ് എവിടെ പോയി, അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ച് അവൻ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിക്കും. ഒരുപക്ഷെ അവരെല്ലാവരും ഇപ്പൊ ഒന്നായിട്ടുണ്ടാവും, ഞാൻ മാത്രം ഇവിടെ ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞ് അവനിപ്പോ നിലവിളിച്ച് കരയും. അങ്ങനെ ആ സ്ഥലം മുഴുവൻ കയറി ഇറങ്ങി നടന്ന് നമ്മുടെ പാവം ചോപ്പർ അവൻ ആകെ ടയർഡായി ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. മണിക്കൂറുകൾ കഴിയുമ്പോ നേരം വെളുക്കും. അപ്പൊ 2 കണ്ണുകള് ചോപ്പറിനെ നോക്കി നിൽക്കുകയാണ്. ഉടനെ അവറ്റകള് ഇപ്പൊ ചോപ്പറിനെ തട്ടാൻ തുടങ്ങും. ചോപ്പർ ആണെങ്കിൽ പാതി ഉറക്കത്തിലാണ്. അവൻ ഉറക്കത്തില് ഇപ്പൊ പിച്ചും പേയും വിളിച്ചു പറയും, ഉസോ, ഞാനൊരു അല്പനേരം കൂടെ കിടക്കട്ടെ, എന്നെ ശല്യം ചെയ്യില്ലേന്ന് പറഞ്ഞ് അവന്റെ കണ്ണുകൾ പതിയെ തുറക്കുമ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായിട്ട് വലിയ 2 പറവകളെ കാണുക. അവരെ കാണുമ്പോൾ തന്നെ ചോപ്പർ പേടിച്ചു പോവും. അതിനുശേഷം അവൻ എഴുന്നേക്കാൻ ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ടാവില്ല. അവൻ കണ്ണു തിരുമ്മി അവറ്റകളെ സൂക്ഷിച്ചു നോക്കും. അത് 2 വലിയ പക്ഷികളാണ്. അവൻ നിരങ്ങി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും അവറ്റകൾ അവനെ കൊത്തി മുകളിലേക്ക് ഉയർത്തും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായിട്ട് സ്ഥലം കാണിക്കുക. ആക്ച്വലി അതൊരൊറ്റ മരമുള്ള ഐലാൻഡാണ്. ചോപ്പറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനിപ്പോ അച്ചരം പൊച്ചരം നിലവിളിക്കും. ചോപ്പറാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇപ്പൊ ആ വലിയ കൂട്ടിൽ നിന്ന് താഴേക്ക് വീഴും. താഴെയാണെങ്കിൽ ഒരു കാടുണ്ട്. അവനൊരു കമ്പൊക്കെ എടുത്ത് താങ്ങി പിടിച്ച് ആ കാട്ടിലൂടെ നടക്കും. ചോപ്പറാണെങ്കിൽ ഒച്ചത്തിൽ വിളിക്കും, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, എനിക്കൊരു അല്പം ഫുഡ് തരണേ. പക്ഷെ അവിടെ ചോപ്പർ ഒഴിച്ച് മറ്റാരും ഉണ്ടാവില്ല. അവൻ ആ കാര്യം മനസ്സിലാവും. അവൻ ഒരു സെക്കൻഡ് അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് ഓർക്കും. അവരിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇഷ്ടം പോലെ ഫുഡും കിട്ടിയേനെ. അവരെല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയി ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തേനെ. അപ്പോഴായിരിക്കും ചോപ്പറിന് റെയിലി കൊടുത്ത ആ വിബ്രു കാർഡിനെ കുറിച്ച് ഓർമ്മ വരിക. ഉറപ്പായിട്ടും അവരെല്ലാവരും റെയിലിയുടെ അടുത്തുണ്ടാവും. സോ ഈ വിബ്രു കാർഡ് ഉപയോഗിച്ച് എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും. ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല, എവിടുന്നെങ്കിലും നല്ല രീതിയിൽ ഫുഡ് കളക്ട് ചെയ്ത് കഴിച്ച് ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടി ഈ കാർഡിന്റെ സഹായത്താല് റെയിലിയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് അവനിപ്പോ ഉഷാറായിട്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കും. അപ്പോഴായിരിക്കും ചോപ്പറിന്റെ അടുത്തേക്ക് ഒരു ആദിവാസി വരിക. അവൻ വലിയൊരു കട്ടയെടുത്ത് ചോപ്പറിനെ തലയ്ക്ക് അടിച്ച് എവിടേക്കോ കൊണ്ടുപോകും. അവൻ കണ്ണു തുറക്കുമ്പോ അവന് ചുറ്റും തീ കാണും. അവൻ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. അവൻ താഴേക്ക് നോക്കും. അപ്പൊ വലിയൊരു ചെമ്പില് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു ചുറ്റും ഒരുപാട് ട്രൈബൽസും. ചോപ്പറിന് മനസ്സിലാവും അവരെല്ലാവരും ചേർന്ന് ചോപ്പറിനെ കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാണെന്ന്. അവൻ നിലവിളിക്കാൻ തുടങ്ങും. ചോപ്പർ സംസാരിക്കുന്നത് കേട്ട് ആ ട്രൈബൽസ് അവർ ഷോക്കാവും. മാത്രമല്ല അപ്പോഴായിരിക്കും നമ്മൾ നേരത്തെ കണ്ട ആ വലിയ ബേഡ്സ് അവറ്റകൾ അവിടേക്ക് വന്ന് ആ ട്രൈബൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു അറ്റാക്കില് ചോപ്പറിനെ കെട്ടിയിട്ട കയറ് പൊട്ടി അവൻ താഴേക്ക് വീഴാണ്. ഉടനെ ചോപ്പർ അവന്റെ സൈസ് അത് ഞൊടിയിടയിൽ വലുതാക്കി ആ പാത്രത്തിന് മേലെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. പക്ഷെ എന്താ
ചോപ്പറിന്റെ കാല് പൊള്ളിപ്പോവും. അവൻ വേദനയിൽ നിലവിളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഐലാൻഡ് കാണിക്കുകയാണ്. ആക്ച്വലി ഇതൊരു സുപ്രീം ഐലാൻഡ് ആണ്. ഇവിടെ ഒരുപാട് സുപ്രീം ബേർഡ്സ് ഒക്കെ ഉണ്ട്. ഒരു ട്രഷർ ഐലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചോപ്പറിന്റെ ശബ്ദം അത് ആ ഐലാൻഡ് മുഴുവൻ മുഴങ്ങി കേൾക്കുകയാണ്. ഇതാ ഇപ്പൊ ഗ്രാൻഡ് ലൈനിലുള്ള ഒരു ഡ്രീം ഐലാൻഡ് കാണിക്കും. അത് കാണാൻ ഒരു അടിപൊളി ഐലാൻഡ് ആണ്. അവിടെ ആണെങ്കിൽ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ പേടിച്ച് വരച്ച് നല്ല ഉഷാറായിട്ട് ആ ഐലാൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാഞ്ചിയുടെ തൊട്ടു പുറകിലാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികള്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് സാഞ്ചി ആ ഒരു ഐലാൻഡിലേക്ക് വന്ന് വീണതിന് ശേഷം പതിയെ കണ്ണു തുറക്കും. അവന്റെ മനസ്സിൽ ആകെയുള്ള ഓർമ്മ ആ ദുഷ്ടൻ കൂമ അവൻ അറഞ്ചം പൊറഞ്ച അട്ടിച്ച് ഈ ഐലാൻഡിലേക്ക് തെറിപ്പിച്ച് കളഞ്ഞത് മാത്രമാണ്. അപ്പൊ അവന്റെ തൊട്ടു മുൻപിലായിട്ട് ഏതോ ഒരു പെൺകുട്ടി വന്ന് അവനോട് ചോദിക്കും, എക്സ്ക്യൂസ് മീ, താങ്കൾ ഓക്കെ അല്ലേ? സാഞ്ചി കണ്ണൊക്കെ തിരുമ്മി അതാരാണെന്ന് നോക്കും. ഒരു സുന്ദരിയായ പെൺകുട്ടി അവനെ നോക്കിയിരിക്കുകയാണ്. അവളൊരു ബെഞ്ചില് അവനെ മടിയിൽ വെച്ച് കിടക്കുകയാണിപ്പോ. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഒരു സെക്കൻഡ് അത് നാമിയാണോ അതോ റോബിനാണോ ചെക്ക് ചെയ്യും. അവന് പിടികിട്ടും അവർ രണ്ടുപേരുമല്ല, അത് മറ്റേതോ ഒരു പെൺകുട്ടിയാണ്. അവൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാനിപ്പോ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? അത് കേട്ട് അവൾ നാണിച്ച് അവിടുന്ന് ഓടിപ്പോവും. സാഞ്ചി അവളെ വിളിക്കും, എക്സ്ക്യൂസ് മീ, ഒന്ന് നിക്കണേ, നിങ്ങളുടെ ടവല് അതിവിടെ വീണുപോയി. പക്ഷെ അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ മുൻപോട്ട് ഓടുകയാണ്. അവൻ ആ ടവല് നോക്കും, അതിൽ എലിസബത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. വാവ്, എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് ആ ടവലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ ആ ഐലാൻഡിലൂടെ നടക്കും. ആ ഐലാൻഡ് മുഴുവൻ പിങ്ക് കളറാണ്. ചെടികളും മരങ്ങളും അങ്ങനെ എല്ലാം തന്നെ പിങ്ക്. എന്തിന്, അവിടെയുള്ള മൃഗങ്ങൾക്കും പിങ്ക് കളർ തന്നെയാണ്. അവൻ ചുറ്റും നോക്കും. അവിടെയുള്ള ആനിമൽസും മനുഷ്യരും എല്ലാവരും ലേഡീസ് മാത്രമാണ്. ആൺവർഗത്തിൽപ്പെട്ട ഒരു പുൽച്ചാടിയെ പോലും നമ്മുടെ സാഞ്ചിക്ക് അവിടെ കാണാൻ പറ്റില്ല. സാഞ്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇനി ഒരു പക്ഷേ ഇത് ഹെവൻ ആയിരിക്കോ? ഹെവനിലെ സുന്ദരി എലിസബത്ത് അവളെ ആയിരിക്കോ ഞാൻ കണ്ടിട്ടുണ്ടാവുക? അവനും അവളും അവിടെ കൊഞ്ചി കുറുവി ഓടി നടക്കുന്നതും പ്രണയിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാണ്. അപ്പൊ തന്നെ അവൻ അവന്റെ ക്രൂവിനെ കുറിച്ച് ഓർമ്മ വരും. ഓ മൈ ഗോഡ്, ഞാനിപ്പോ ചിന്തിച്ചു വെക്കാൻ പാടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ടീംമേറ്റ്സിനെ കണ്ടെത്തണം. അതിനുശേഷം അവരുടെ അടുത്തേക്ക് തിരികെ പോകണം. സാഞ്ചി ഉടനെ റെയിലി കൊടുത്ത വിബ്രൂ കാർഡ് അത് കയ്യിലെടുക്കും. അതിനുശേഷം വീണ്ടും അവൻ ആ ടവലിലേക്ക് തന്നെ നോക്കുകയാണ്. എലിസബത്തിനെ അവൾ അവസാനമായിട്ട് ഒന്നുകൂടെ കാണണം. അവളോട് യാത്ര പറഞ്ഞു വേണം തിരികെ പോവാനെന്ന് പറഞ്ഞ് അവൻ ആ ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി ഇപ്പൊ ഒരു വീട് കണ്ടുപിടിക്കും. ആ വീടിന് മുകളിലായിട്ട് എലിസബത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരുപാട് പെൺകുട്ടികൾ അവര് മരത്തിന്റെ ചോട്ടിൽ നിന്ന് അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആഞ്ചി അതൊന്നും ശ്രദ്ധിക്കാതെ ആ വീടിന്റെ ഡോർ നോക്കുകയും ഉടനെ എലിസബത്ത് നടന്നു വരുന്ന ശബ്ദം അവൻ കേൾക്കും. അവൻ ആ കർച്ചീഫ് കയ്യിലെടുത്ത് അവളെ കാണാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. അവൾ ഓടി വന്ന് ആ ടവല് തട്ടിപ്പറിച്ച് അകത്തേക്ക് പോവും. ഉടനെ സാഞ്ചി അവൻ ചോദിക്കും, എന്തു പറ്റി? നിനക്ക് നാണമാണോ? നീ കരുതും പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നും അല്ല. ഞാനും ഒരു പാവമാണ്. എന്നെ കാണാൻ വലിയ ലുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു അടിപൊളി ഷെഫാണ്. നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം. അതിനുശേഷം സാഞ്ചി അവൻ നന്നായിട്ട് അവളെ അങ്ങ് പുകഴ്ത്തും. അത് കേൾക്കേണ്ട താമസം അവൾ ഡോർ തുറന്നു കൊടുത്ത് അകത്തേക്ക് പോവും. സാഞ്ചി അകത്തേക്ക് കയറി വരും. ആ വീട് മുഴുവൻ പിങ്ക് കളറിലിരിക്കുകയാണ്. ഉടനെ അവളാണെങ്കിൽ എന്തോ ഒരു ഡ്രസ്സ് അവന്റെ നേർക്ക് വലിച്ചെറിയും. ആ ഡ്രസ്സ് വന്ന് ദേഹത്ത് വീണ് അവനും അടിച്ചു താഴെ വീഴും. അതിനുശേഷം അവൻ കണ്ണൊക്കെ തിരുമ്മി എലിസബത്തിന്റെ മുഖത്തേക്ക് നോക്കും. എലിസബത്തെ കണ്ട് അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവാണ്. എലിസബത്തിന്റെ മുഖം അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആ ക്യാമറ കണ്ണുകൾ പോലും അടിച്ചു പോകുന്ന വിധത്തില് ഒരു ഭയാനകമായ മുഖം. അത് കണ്ട് നമ്മുടെ ചെക്കൻ അവൻ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ആ ഡോറും തകർത്ത് പുറത്തേക്ക് ഓടും. അപ്പോഴായിരിക്കും അവൻ കാണുക അത്രയും നേരം മറഞ്ഞു നിന്ന ആ ലേഡീസ്. അവരിപ്പോ അവനെ റൗണ്ട് ചെയ്ത് നിൽക്കും. അവരുടെ ഫേസും വളരെ വിയർഡാണ്. അവൻ വീണ്ടും അവിടുന്ന് ഓടും. ആക്ച്വലി ഇതൊരു പിങ്കിഷ് ഐലാൻഡ് ആണ്. അവിടെയുള്ളവരെല്ലാവരും ഗേൾസ് ആണ്. അവരുടെ ഫേസ് ആണെങ്കിൽ ഭയങ്കര വിയർഡായിരിക്കും. സാഞ്ചിക്ക് ഇപ്പൊ ഇതൊക്കെ കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഐലാൻഡിന്റെ ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ സൂം ചെയ്ത് കാണിച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.